19 അധ്യായത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു, യഹോവ യോസേഫിനോട് കൂടെയിരുന്നു. Genesis 39 we see God was with Joseph. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഭാവിക്ക് വേണ്ടി ഹല്ലേലൂയ അതേ പ്ലാനുകൾ തയ്യാറാക്കുന്നതായ ഹല്ലേലൂയ യുവാക്കന്മാരോടും യുവതികളോടും ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിനും ദൈവത്തിൻ്റെതായിരിക്കുന്നതായ ലക്ഷ്യങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രാധാന്യത കൊടുക്കാം. Let me tell the young people and older folks as well who are preparing for a future, let us give more importance to God and godly things in our life. അതേ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ജീവിക്കേണ്ടതായിരിക്കുന്ന തത്വം മറക്കരുത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ What you and I should understand is we should live by His word if God wills. Amen. അതേ നാം ജീവിക്കേണ്ടതായിരിക്കുന്ന തത്വം കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നായിരിക്കട്ടെ. The principle that we should follow in our life is that if God wills. Amen. കർത്താവായ യേശു തന്റെ മരണത്തോടടുക്കുന്നതായ സമയത്ത് തന്റെ ശിഷ്യന്മാരെ കൂട്ടി ഗത്സേമന എന്നതായിരിക്കുന്ന തോട്ടത്തിലേക്ക് കടന്നുപോയി. We see the Lord Jesus Christ during the time of his before the time of his crucifixion gathered his disciples and went to the garden of Gethsemane. നമുക്ക് വേദഭാഗം അറിയാം. ശിഷ്യന്മാരെ ഒരു ഭാഗത്ത് പ്രാർത്ഥിപ്പാൻ ഇരുത്തിയിട്ട് അവൻ മുൻപോട്ട് പോയി കവണ്ണു വീണു. അതിനുശേഷം പ്രാർത്ഥിക്കുന്നു, പിതാവേ ഹല്ലേലൂയ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. And he went and knelt down and prayed after leaving the disciples far off praise, and he went and kneeled and prayed to God and said, Father, if it please you, take away this cup. യേശുവിനെ പ്രാർത്ഥിക്കുന്നു, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലല്ല അവിടുന്ന് ഇച്ഛിക്കുന്ന പോലെയാകട്ടെ. He continued that prayer and said, yet not my will but your will, my Father. രണ്ടാമതും അവൻ ഹല്ലേലൂയ പ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ഞാൻ കുടിക്കണമെന്നുള്ളത് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഹല്ലേലൂയ ആകട്ടെ. And then he continued and he said, Lord, if it is your will that I drink of this cup, may it be so. ഹല്ലേലൂയ. അവിടുത്തെ ഇഷ്ടം തന്നെയായിരിക്കട്ടെ എന്നതാണ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന എങ്കിൽ അതിൽ ശ്രേഷ്ഠമായ മറ്റൊരു പ്രാർത്ഥനയില്ല, മറ്റൊരു ജീവിതമില്ല. If your prayer is that His will might be done, there is no greater prayer than that. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിക്കുന്നു, ഹല്ലേലൂയ അവിടുത്തെ ഇഷ്ടം തന്നെയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ആ നിലയിലൊരു തീരുമാനമെടുക്കുന്നതായ ഏതൊരു വിശ്വാസിയുടെയും വർത്തമാനകാലവും ഭാവികാലവും സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സംരക്ഷണത്തിലാകുന്നു എന്ന് ഇന്ന് രാത്രി ഉറപ്പാക്കിക്കൊള്ളുക. I can assure you this night, praise God, if you pray according to the will of God, for the will of God in your life, praise God, His life will be secured by God Himself. Amen. ഒരിക്കൽ കൂടി അത് ശാന്തമായി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ ഹൃദയത്തിലോ അല്ല എങ്കിൽ തങ്ങളുടേതായിരിക്കുന്ന നോട്ട് ബുക്കിലോ കുറിച്ചിടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. Let me tell you very quietly, praise God. അവിടുത്തെ ഇഷ്ടം തന്നെയായിരിക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന എങ്കിൽ, if your prayer is that Lord let your will be done, നമ്മുടെ വർത്തമാനകാലവും നമ്മുടെ ഭാവികാലവും your present, your future, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. will be secured by a heavenly Father, and there is no doubt about that. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പദം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. Acts of the Apostles chapter number 18. അതൊന്ന് വായിക്കാം. ദൈവഹിതമുണ്ടെങ്കിൽ വായിക്കാം. 18:21. ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. മതി. ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ വിഷയം ദൈവഹിതമുണ്ടെങ്കിൽ. What I am trying to speak here is if God will. 1 കൊരിന്ത്യർ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 Corinthians chapter 4 verse number 19. അവിടെ വായിക്കുന്ന കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. Amen. If the Lord pleases. 1 കൊരിന്ത്യർ 16:7 വായിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ. Praise God. In 1 Corinthians 16 verse 7, if God allows. എബ്രായർ 4:3 വായിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം. Amen. In Hebrews 6 verse number 3 we see if
God allows. ഹല്ലേലൂയ. ഇന്ന് Amen. രാത്രിയിൽ ഹല്ലേലൂയ അത് Amen. നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പ്രവൃത്തിയും ശരിയാണെങ്കിൽ Amen. നമുക്ക് ആ കാര്യം യഹോവയിങ്കൽ If സമർപ്പിക്കാം. our purpose, our intention, and the work that we do is according to the will of God, God will make it to നമ്മുടെ fulfill. ഉദ്ദേശവും പ്രവൃത്തിയും ശരിയാണെങ്കിൽ Amen. നമുക്ക് ആ കാര്യം യഹോവയിങ്കൽ സമർപ്പിക്കാം. Praise God. If your purpose and the will is according to God's word, praise God, let us commit it to the Lord. ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ When we come back to the word, എസ്തേറിന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം in the വായിക്കുന്നു. book of Esther, we read like this. എസ്തേറിനോട് സംഭവിക്കുവാൻ പോകുന്നതായിരിക്കുന്നതായ വസ്തുത മൊർദെഖായി പറഞ്ഞപ്പോൾ When Esther was told about what was going to happen to the Jews, അതെ എസ്തേറിന്റെ അപ്പോഴത്തെ സാഹചര്യം അവൾ പറയുവാൻ തക്കവണ്ണമിടയായി. she began to make excuse based on what situation she was at that ഒരു time. പക്ഷെങ്കിൽ എസ്തേറിന്റേതായിരിക്കുന്ന ആ മറുപടി വായിക്കുന്നതായ നമുക്ക് അത്ര സുഖകരമായി ആ വിഷയം തോന്നിയെന്ന് വരത്തില്ല. Sometimes in the book of Esther, chapter number 4, we see the reply that she gave was not the best one. മൊർദെഖായി ദൈവത്തെ ഭയപ്പെടുന്ന യഹോവയെ ഭയപ്പെടുന്ന ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. When Mordecai was a person who feared God, യഹൂദ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ അവൻ നിലനിന്ന ഒരു he വ്യക്തിയായിരുന്നു. stood for the people of God in that place. തന്റെ പ്രമാണത്തിനു വേണ്ടി തലകുനിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. He did not place his head for the principles of God. എന്നാൽ ആ പ്രത്യേകമായിരിക്കുന്നതായ സാഹചര്യത്തിൽ Hallelujah. അവന്റേതായിരിക്കുന്നതായ വിഷയത്തിന് ഉടൻ മറുപടി ലഭിക്കുവാൻ എസ്തേറിൽ കൂടെ സാധിക്കുമെന്ന് അവന് മനസ്സിലായി. But in that certain situation, he knew it was Esther, through Esther, that God could work for him. ഉടൻ മറുപടി കിട്ടണമെന്നാണ് മൊർദെഖായി ചിന്തിച്ചത്. Mordecai thought that she is going to give him an immediate reply. എന്നാൽ അവൾ പറയുന്നു 30 ദിവസത്തേക്ക് രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. She replies saying, for last 30 days, the king has not called me into his ആ presence. സമയത്ത് മൊർദെഖായി പറയുന്നു, Amen. നീ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്ന് രക്ഷയുണ്ടാകും. Praise God. What Esther is telling, what Mordecai is telling, if you remain silent now, the Jews will get a deliverance from elsewhere. മൊർദെഖായി പറഞ്ഞതായിരിക്കുന്നതായ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അല്ലെങ്കിൽ ഞാനും സന്തോഷത്തോടെ കൈയടിച്ച് സ്വതന്ത്രം ചെയ്യും. Amen. For that statement, I would have also, clapped my hand, I would have encouraged that. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ചു കൊണ്ടിരുന്നതായ സമയത്താണ് അല്ലെങ്കിൽ ദൈവാത്മാവിനെ പഠിപ്പിച്ചു ഹല്ലേലൂയ അതിന് സ്തോത്രം ചെയ്തതോട് കുഴപ്പമില്ല. പക്ഷെ അതിനെക്കാട്ടിലും ഹല്ലേലൂയ സ്തോത്രം ചെയ്യേണ്ടതായ വിഷയമാണ് ഹല്ലേലൂയ എസ്തേറിന്റേതായിരിക്കുന്നതായ തീരുമാനം. Praise God. But even though it is praiseworthy of what Mordecai said, that God is going to bring deliverance from somewhere, you can clap to that, you can cheer to that. But it is even greater to the reply what Esther gave to Mordecai. അതൊരു ചെറിയ വിഷയമായിരുന്നില്ല Amen. എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. But I should know that was not just a small matter. നിയമങ്ങൾ മുഴുവനും യഹൂദന് വിപരീതമായിട്ട് ഹല്ലേലൂയ ഉയർന്നു നിൽക്കുകയാണ്. The law is standing against the people of God. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൊർദെഖായി 50 അടി ഉയരമുള്ളതായ കഴുമരത്തിൽ ഹല്ലേലൂയ തൂക്കപ്പെടും. For after a while he is going to be hanged on that tree that the Haman had prepared. അതെ 127 സംസ്ഥാനത്തുള്ളതായിരിക്കുന്ന സകല യഹൂദന്മാരും ഹല്ലേലൂയ ഹല്ലേലൂയ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. The people living across Canada, across 127 provinces are going to be beheaded and killed. എന്നാൽ ഇന്ന് രാത്രിയിൽ മൊർദെഖായിയുടേതായിരിക്കുന്നതായ ഹല്ലേലൂയ എസ്തേറിനോടുള്ളതായിരിക്കുന്നതായ സംസാരത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും ഇതിനായിട്ടായിരിക്കുമല്ലോ ഹല്ലേലൂയ നീ രാജസ്ഥാനത്ത് വന്നത്. Praise God. We'll see an answer. What Mordecai tells Esther, it is for this purpose, for this reason that you came to that throne. രാത്രി ദൈവസ്ഥലായിരിക്കുന്ന യുവമക്കളെ ഇത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ കോരിച്ചൊരിയുന്നതായിരിക്കുന്ന അനുഭവത്തിൽ ഞാൻ Hallelujah.